ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്നൊരു അടിപൊളി മീൻ പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. നമ്മൾ സാധാരണ പെറി ചിക്കനല്ലേ കഴിക്കാറുള്ളത്. ഇപ്രാവശ്യം നമുക്ക് നല്ല പെറി മീൻ കഴിച്ചാലോ? അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല മാംസമുള്ള നല്ലൊരു മീനാട്ടോ എടുത്തേക്കുന്നത്. ആദ്യത്തെ ഈ മീനിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എനിക്കറിയത്തില്ല. നല്ല മാംസമുള്ളൊരു മീനാണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. ഏകദേശം ചാളയിലൊക്കെ കൂട്ടിയിരിക്കും കേട്ടോ, അങ്ങനെയുള്ളൊരു മീനാണ്. അപ്പോൾ മീൻ പൊരിച്ച് തയ്യാറാക്കാനായിട്ട് ഒരു തക്കാളി, ഒരു വഴുതനങ്ങ, അത് കണക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ കൊച്ചുള്ളി, പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചിക്കൻ മസാലയാണ് കേട്ടോ. ഒരു സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ഒരു 1.25 സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി നമ്മുടെ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വരാം. ഞാനൊരു കുറച്ച് വെള്ളം ചേർത്താട്ടോ അരച്ചെടുത്തത്. അപ്പോൾ അത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മീനാണെങ്കിൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ അരപ്പിലോട്ട് നല്ല രീതിയിൽ മുക്കി കൊടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചത് മീൻ നല്ല രീതിയിൽ മുക്കിയെടുത്ത് മാറ്റി വയ്ക്കാമെന്നാണ്. പിന്നെ വേണ്ട, അങ്ങനെ വേണ്ട. നമുക്ക് ഈ പാത്രത്തിൽ തന്നെ ഫുള്ള് മീൻ വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ അരപ്പ് പിടിക്കുന്നതിനൊക്കെ ഒരു നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ അതിന് ശേഷം നല്ല രീതിയിൽ ഈ മീനുകളെല്ലാം ഇതിനകത്ത് തന്നെ വച്ച് മുക്കി ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ മീൻ വറുത്തെടുക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എല്ലാ മീനും നമുക്ക് ഇതുപോലെ തന്നെ അതിനകത്ത് മുക്കി വെക്കാം കേട്ടോ. അപ്പോൾ മീൻ ഫുള്ള് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്കിത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കാം. അപ്പോൾ നല്ല രീതിയിൽ അരപ്പൊക്കെ മീനിലൊന്ന് പിടിച്ചോട്ടെ കേട്ടോ, അപ്പോഴല്ലേ നല്ല ടേസ്റ്റൊക്കെ വരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. മീനിൻ്റെ അരപ്പൊക്കെ നല്ല രീതിയിൽ മീനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുക്കാനായിട്ട് ഒരു പാൻ എടുക്കാം. പാൻ ആകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ മീനും ഒരുമിച്ചിട്ട് തന്നെ വറുത്തെടുക്കാനായിട്ട് പറ്റും. ഇനി പാൻ വെച്ച് നമുക്ക് തീ കൊടുത്തതിന് ശേഷം പാൻ നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കതിനകത്തേക്ക് ഈ മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഓരോ മീനായിട്ട് നമുക്ക് അരപ്പ് ഒന്നുകൂടി തേച്ച് വെച്ച് നമുക്ക് ഈ ചൂട് വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാമേ. നല്ല ടേസ്റ്റ് ആട്ടോ ഈ മീൻ കഴിക്കാനായിട്ട്. ഈ മീനിനകത്ത് നല്ല മാംസം ആട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുള്ളും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മീൻ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. നല്ല രുചിയാണ് മീൻ കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി ഓരോന്ന് നമുക്ക് അരപ്പ് ചേർത്ത് ഈ തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം. മുള്ള് കുറഞ്ഞ അകം കട്ടിയുള്ള നല്ല മാംസമുള്ള മീനാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. മുള്ളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മീൻ തിരഞ്ഞെടുക്കുന്നതിന് നല്ലത് പ്രത്യേകിച്ച് ചൂര, വങ്കട, അയല ഇങ്ങനെയുള്ള മീനുകളാട്ടോ കൂടുതലും നല്ലത്. അപ്പോൾ ഇതിനകത്ത് മുള്ള് വളരെ കുറവായിരുന്നു. ഇനി മീൻ ഓരോന്ന് ഇതേ കണക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും നമ്മൾ പെറി ചിക്കനല്ലേ കഴിക്കുന്നത്. ഇപ്രാവശ്യം ഒന്ന് മാറ്റി കഴിച്ചാൽ എന്താ കുഴപ്പം? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്കായിരിക്കും മുതിർന്നവരെക്കാളും ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാനായിട്ട്. മീനെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു, അതുകൂടി ഞാൻ എൻ്റെ മീനിൻ്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. കാര്യം നമ്മൾ
ഇത് തയ്യാറാക്കുമ്പോൾ ഇതിനകത്തേക്ക് കത്തിരിക്ക, തക്കാളി, ചെറിയ ഉള്ളി ഇതെല്ലാം ചേർത്ത് കൊടുക്കൂലേ. അപ്പോൾ ആ ഗ്രേവി നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറ് കൂടെ കഴിക്കാൻ. മീൻ കഷ്ണം കഴിച്ചില്ലെങ്കിലും അതിനകത്തുണ്ടാകുന്ന ആ പൊരിഞ്ഞ ആ അരപ്പ് മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു വശം നല്ല രീതിയിൽ മൂത്തിട്ട് നമുക്ക് തിരിച്ചിട്ട് വറുത്തെടുക്കാം. ഞാൻ സാധാരണ മീൻ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് 2-3 വട്ടം അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ചെടുക്കാറാണ് പതിവ്. ഇപ്പം കണ്ടില്ലേ, ഒരു വശം നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ മീനും അടിവശത്ത് നല്ല രീതിയിൽ മുരിഞ്ഞിട്ട് വേണം നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ മീനിൻ്റെ മാംസമോ കുറച്ച് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ എല്ലാ മീനും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഞാനൊന്ന് മൂപ്പിച്ച് കൊടുക്കുവാണ്. ഇതുപോലെ തന്നെ ഞാൻ വീണ്ടും തിരിച്ചിടും. അങ്ങനെ തിരിച്ചും മറിച്ചും മീനിട്ട് കൊടുക്കുമ്പോഴാണ് ആ മീൻ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം മീൻ നല്ല രീതിയിൽ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കാണുന്നത് പോലെ തന്നെ നല്ല രുചിയാട്ടോ ഈ മീൻ കഴിക്കാനായിട്ട്. മീൻ ചൂടാറി കഴിയുമ്പോഴാട്ടോ കഴിക്കാൻ കുറച്ചുകൂടി നല്ലൊരു രുചി തോന്നുന്നത്. ഇനി നമുക്ക് ഈ മീൻ നല്ല രീതിയിൽ പൊരിഞ്ഞ് കിട്ടിയോണ്ട് തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ പൊരിച്ചതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് കഴിച്ചു നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്കുള്ള കുട്ടികൾക്ക് നിങ്ങളെക്കാളും ഇഷ്ടപ്പെടും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.